ഹായ്, ജെയ്സൺ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദമ്പതികൾക്കുള്ളതാണ്, വിവാഹം കഴിഞ്ഞ ആളുകൾക്ക് മാത്രമുള്ള വീഡിയോ ആണ് ഇന്നത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, ഒരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ് ഞാൻ. നിങ്ങൾ യാത്ര പോകുന്ന സമയത്ത് നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാർ യാത്ര ചോദിക്കുമ്പം കെട്ടിപ്പിടിച്ച് ഒരു ചുംബനം കൊടുത്തിട്ടാണോ നിങ്ങൾ പോവാറുള്ളത് എന്നുള്ളതാണ്. എത്ര ആളങ്ങനെ ചെയ്യലുണ്ട് എന്നുള്ളതാണ്. ചില ആൾക്കാർ വിചാരിക്കണ്ടാവും, ഞാനിപ്പോൾ ആ ഒരു ഇത് ചെയ്തൊക്കെ പോവുക എന്ന് പറയുന്നത് ഒരു മോശമായിട്ട് കാണുന്ന പല ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ യാത്ര ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ജോലിക്ക് പോവുകയോ അല്ലെങ്കിൽ രാവിലെ നമ്മൾ ഭാര്യൻ്റെ അടുത്ത് യാത്ര പറയുന്നത്, നാട്ടിലുള്ള ആളുകൾക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇല്ലാത്ത ആളുകൾക്ക് ഇതില്ല കേട്ടോ. ഭാര്യ ഒരുമിച്ചും ഇല്ലാത്ത ആളുകൾക്കില്ല, പക്ഷെ അവർക്കും ഉള്ള സമയത്ത് ഇത് ചെയ്യാം. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ച് ഭാര്യൻ്റെ അടുത്ത് ഒന്ന് ഹഗ് ചെയ്ത് ഒരു ചുംബനൊക്കെ കൊടുത്തിട്ട് യാത്ര പറഞ്ഞ് നല്ല മനസ്സോട് കൂടിയിട്ട് മനസ്സമാധാനത്തോട് കൂടിയിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഹാപ്പി ഹോർമോണായിട്ടുള്ള ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ സാറ്റിസ്ഫാക്ഷൻ ഹോർമോണൊക്കെയാണ്, ഒരു പോസിറ്റീവ് ഹോർമോണാണ് ഇത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ ശരീരത്തിൽ ഈ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് നമുക്കറിയാം അവിടെ ഒരു ബോണ്ട്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ളൊരു ബോണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് നല്ലൊരു മനസ്സമാധാനം നമുക്ക് ഉണ്ടാവും. കാരണം വീട്ടിൽ നിന്ന് നമ്മൾ നല്ല രീതിയിൽ ഭാര്യയായിട്ടും ഭർത്താവും നല്ലൊരു സ്നേഹത്തോട് കൂടിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ അന്ന് പകുതി സമാധാനം നിങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ്. അതിന് പുറത്ത് നമ്മളെ മെഡിക്കൽ സയൻസ് കണ്ടെത്തിയിട്ടുള്ളൊരു സത്യം, നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും ചുംബനം കൊടുത്തു കഴിഞ്ഞ് കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഈ ഒരു ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ ആയുസ് കൂടും എന്നാണ് പറയപ്പെടുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു രണ്ട് രീതിയിലുള്ള ഭാര്യനായിട്ട് പോകുമ്പോൾ ഒന്നും സംസാരിക്കാതെ ഭയങ്കര എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് പോകുന്ന ഒരു ഭർത്താവിനെയും ഇങ്ങനെ ചെയ്യുന്ന ഭാര്യൻ്റെ അടുത്ത് ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞ് പോകുന്ന ഒരു ഭർത്താവിനെയും തമ്മിൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ആൾക്കാർക്കും കൂടുതൽ ആയുസ് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഹാപ്പി ഹോർമോണാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുണ്ടായിരുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾക്ക് ഒരുപാട് മാതൃകകൾ, നമ്മളോട് ഇന്ന കാര്യം ചെയ്യരുത് നമുക്ക് ഹറാമാക്കിയിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് മെഡിക്കൽ സയൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ നമ്മളോട് ചെയ്യണം എന്ന് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് മെഡിക്കൽ സയൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് നമുക്ക് വേണ്ട പല കാര്യങ്ങളും ആണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യവും നമുക്ക് മാതൃക നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും, നമുക്ക് ആർക്കും ഒരു പ്രയാസമുള്ളൊരു കാര്യമല്ല പോകുമ്പം ഭാര്യനെ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ചുംബനം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇന്ന് മുതൽ ഇത് ചെയ്ത് നോക്കുക. ഇതിന് മക്കൾ കാണുമല്ലോ, അതല്ലെങ്കിൽ നമ്മളെ പേരൻസ് കാണുമല്ലോ എന്നുള്ള ഒരു മടിയും നിങ്ങൾ വിചാരിക്കണ്ട. ഇത് കാണട്ടെ, നമ്മളെ മക്കൾ കാണട്ടെ, അല്ലെങ്കിൽ പാരൻസ് കാണുന്നതിനും എന്താണ് നമുക്ക് അതിൽ പ്രശ്നമുള്ളത്? കാരണം നമുക്ക് ഹലാലാക്കി തന്നൊരു ബന്ധമാണ്, ഒരു ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹലാലാക്കി തന്നാണ്. അതിൽ നമ്മൾ പബ്ലിക്കായിട്ട് ഓവറായിട്ട് കാണിക്കുക എന്നുള്ളതല്ല, ഇത് നമ്മൾ അവിടെ കാണിക്കുന്ന ഒരു മര്യാദയാണ്. യാത്ര ചോദിക്കുമ്പോൾ ജസ്റ്റ് അപ്പോൾ അതിൽ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ നമുക്ക് ഒരു നാണം വിചാരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞല്ലോ. നമ്മളെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഇതാവണം. നാളെ അവരും അവരെ പാർട്ട്ണർ എടുത്ത് ഇങ്ങനെ ആവണം പെരുമാറേണ്ടത്. അല്ലാതെ നമ്മൾ ദേഷ്യപ്പെട്ടിട്ടും നമ്മൾ അവരെ ഭരിച്ചിട്ടും നമ്മൾ ഇങ്ങനെ ഒരു വര വരച്ചിട്ട് അത് അപ്പുറത്ത് കിടക്കരുത് എന്നുള്ളതോ ഒന്നുമല്ല ഒരു ദാമ്പത്യ വിജയം എന്ന് പറയുന്നത്. അതൊന്നുമല്ല എന്താ പറയുക, ഒരു പൗരുഷം എന്ന് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾക്ക് നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് മാതൃകകൾ നമ്മൾ ഭാര്യൻ്റെ അടുത്ത് എങ്ങനെ പെരുമാറണം, ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെ എന്നുള്ളത് റോൾ മോഡൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പല ആളുകളും അത് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഭാര്യയും ഭർത്താവും തമ്മിൽ സലാം പറയുമ്പോഴും അല്ലെങ്കിൽ കൈകളെ ഇങ്ങനെ ഒന്ന് കോർത്ത് പിടിക്കുമല്ലോ, അങ്ങനെ പിടിക്കുന്ന സമയത്ത് അവരെ കൈയിൻ്റെ ഉള്ളിൽ കൂടി അവരെ പാപങ്ങൾ പോവും എന്നുള്ളതാണ് പറയുന്നത്. അതൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊന്ന് കൈ ഇങ്ങനെ ഒന്ന് കൂട്ടിപ്പിടിച്ച് ചേർത്ത് നടക്കുമ്പോൾ
ഓക്കെ, നമ്മളെ പാവങ്ങൾ പൊറുക്കും എന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ വല്ല പ്രയാസമുണ്ടോ? നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ചിലവാക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. അപ്പം ഇതിൽ കൂടി നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഒരു സമാധാനം, മനസ്സമാധാനം വേറെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ നാവ് കൊണ്ട് കുറേ ദോഷങ്ങളെയും അവിടെ എന്ത് ചെയ്യും, ഇല്ലാതാവുന്നുള്ളതാണ്. കാരണം നമ്മൾ തമ്മിലുള്ള ബോണ്ട് കൂടുകയാണല്ലേ. കെട്ടിപ്പിടിച്ച് യാത്ര പറയുകയാണെങ്കിലും കയ്യിനെ ചേർത്ത് പിടിച്ച് കോർത്ത് പിടിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ ഒരുപാട് പ്രശ്നങ്ങളാണ്. അവിടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബോണ്ട് കൂടുക ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ബോണ്ട് കൂടുമ്പോൾ കുടുംബ പ്രശ്നങ്ങൾക്കും എന്ത് വരും, ഒരു പരിധി വരെ പരിഹാരം വരും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് പരീക്ഷിച്ച് നോക്കുക. നിങ്ങളിലുള്ള നിങ്ങളെ ആയുസ് വർദ്ധിപ്പിക്കാൻ നോക്കുക, നിങ്ങളെ പാപങ്ങൾ ഒരുപാട് കളയാൻ നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. എൻ്റെ ഈ ഒരു ചാനലിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ പുതിയ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു.